നമസ്കാരം. എൻ്റെ പേര് ലീലാമ്മ ജോൺ എന്നാണ്. ഞാൻ റാന്നി ചേത്തക്കൽ സ്വദേശിയാണ്. ഞാൻ കണ്ണങ്കര ജംഗ്ഷനിൽ ഒരു തയ്യക്കട നടത്തി വരുന്നു. എനിക്ക് ബോച്ചയുടെ ഈ ലക്കി ഡ്രോയിലൂടെ 10 ലക്ഷം അടിച്ച വ്യക്തിയാണ്. 10 ലക്ഷം രൂപ അടിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഈ 10 ലക്ഷം രൂപ ഒന്നും കിട്ടത്തില്ല, ഇതൊക്കെ കളിപ്പീരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പലരും. പക്ഷേ ഞാൻ ഇതടിച്ച് ആ നിമിഷം മുതൽ ബോച്ച എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ എല്ലാം തരണം, പാൻ കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അധികം താമസിക്കേണ്ടി ഒന്നും വന്നില്ല. എനിക്ക് വേഗം തന്നെ 10 ലക്ഷം രൂപ ഇങ്ങനെ കടവന്തറ പൈപ്പിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് ബോച്ചയുടെ ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൽ ചെന്ന് ഞങ്ങൾ വാങ്ങിച്ചു. ആ പൈസ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളവിടെ കണ്ട കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം നമ്മളെ എത്തിച്ചേർത്തു. ബോച്ചയെ നേരിട്ട് കാണുവാനും അവിടെ വന്ന അത്രയും ജനങ്ങളെ 10-15 പേർക്ക് അന്ന് 10 ലക്ഷം കൊടുക്കുന്നത്. ആ 10 ലക്ഷം 15 പേരിൽ ഒരാളായിട്ട് ഞാനും അവിടെ ചെല്ലാൻ സാധിച്ചു. ഞാനും എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരെ കല്യാണം കഴിച്ച് അവർക്ക് 2 പേർക്ക് ഒരാൾക്ക് മക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുമായിട്ട് ഞങ്ങളവിടെ ചെന്നു. 10-12 പേരുണ്ടായിരുന്നു ഞങ്ങൾ പോയത്. അത്രയും പേർക്കും അവിടെ ബോച്ചയുടെ അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 10 പൈസ പോലും അവിടെ കൊടുക്കാതെ ഞങ്ങൾക്കുള്ള ഭക്ഷണം അവിടെ ക്രമീകരിച്ച് തന്ന് അത് ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബോട്ട് സർവീസിന് കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ചകളൊന്നും നമുക്ക് ഓർക്കാൻ വയ്യ. നമ്മൾ ചിന്തിക്കാത്ത തലത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടെത്തിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഈ ബോച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്ന ഒരു ദൈവദൂതനായിട്ട് ഞാൻ കാണുന്നു. കാരണം അനേകം ഈ യൂട്യൂബ് ചാനലിലൂടെ ബോച്ചയെക്കുറിച്ച് വേണ്ടാത്ത രീതിയിലുള്ള വാക്കുകൾ പറയുമ്പോഴും നമുക്ക് അത് കേട്ട് നിന്ന് രസിക്കുന്നവർ കാണും. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഞങ്ങൾക്ക് ഇന്ന് ഈ 10ഉം 20ഉം വീട്ടുകാരെ ഒന്നിച്ച് വിളിച്ചിട്ട് 10 ലക്ഷം രൂപ വെച്ച് കയ്യിലോട്ട് കൊടുക്കുകയും കാറായിട്ടും ഫ്ലാറ്റായിട്ടും എല്ലാം കൊടുത്ത് എല്ലാവരെയും കൈത്താങ്ങോടുകൂടി നിൽക്കുന്ന ബോച്ചയെ ഒരു കുറ്റം പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ബോച്ച ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും ഞാൻ ബോച്ചയോട് നന്ദി പറയുന്നു. ദൈവത്തോട് ഇതിലെല്ലാം ഉപരി ഞാൻ നന്ദി പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഒരു നേരത്തെ അന്നം കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ബോച്ചയ്ക്ക് മാറാൻ ഈ കേരളത്തിൽ സാധിക്കുന്നു. കേരളമെന്നല്ല, ലോകമൊട്ടാകെ ബോച്ചയുടെ ബിസിനസ് ഉണ്ട് ഇന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫിജിക്കാട്ടെന്ന് പറഞ്ഞ ആ ബിസിനസ്സിലേക്ക്, ബോച്ചയുടെ ഈ ബിസിനസ്സിലേക്ക് തന്നെ എനിക്ക് 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ അതിൻ്റെ 2ാമത്തെ റാങ്കായ ആ പൊസിഷനിലെത്തിയപ്പോഴും അതെനിക്ക് ദൈവം തന്ന ഒരു കരുതലായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചത് ബോച്ചയുടെ ആ എനർജി മുഴുവനും ഞങ്ങളുടെ ഈ ഫിജിക്കാട്ട് കുടുംബത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരെയും കൈ പിടിച്ചുയർത്തി കൊണ്ടുവരുന്ന രംഗമാണ് ഞാൻ കണ്ടത്. എനിക്ക് ഈ 10 ലക്ഷം രൂപ കിട്ടിയതിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വളരെയേറെ മാറ്റങ്ങൾ വന്നു. എനിക്കൊരു ചില വസ്തു വാങ്ങിക്കാനൊത്തു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ചില കാര്യങ്ങൾ സാധിക്കാനൊത്തു. എല്ലാത്തിനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ബോച്ചയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. ദൈവത്തെ ഓർത്ത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായി ഞങ്ങൾക്ക് വേണ്ടി ബോച്ച ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ബോച്ചയോടൊപ്പം ഉണ്ടാകും. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.